ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് MSFന്റെ മാർച്ച് നടക്കുകയാണ്. ചെറിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് MSFന്റെ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ MSFന്റെയും KS-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂർ DIG ഓഫീസിന് മുന്നിലേക്കും MSFന്റെ മാർച്ചുണ്ടായി. അത് ജലപീരങ്കി പ്രയോഗത്തിലൊക്കെയാണ് കലാശിച്ചത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമാനമായ രീതിയിൽ പ്രതിഷേധം. സ്റ്റെഫിൻ, പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണോ? എങ്ങനെയാണ് പ്രതിഷേധം പോകുന്നത്? സ്റ്റെഫിൻ, എത്ര പേരടങ്ങുന്ന സംഘമാണ് പ്രതിഷേധിക്കുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ? ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഗേറ്റിന്റെ മുന്നിൽ, സമരഗേറ്റിന്റെ മുന്നിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. കാരണം 50ഓളം വരുന്ന MSF പ്രവർത്തകർ അല്പം മുമ്പാണ് സെക്രട്ടേറിയറ്റിന്റെ ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. കാരണം ഈ ബാരിക്കേഡ് തള്ളി മാറ്റി, അല്ലെങ്കിൽ ബാരിക്കേഡ് മുകളിലേക്ക് ഈ പ്രവർത്തകർ ചാടി കയറി. അതിനുശേഷം സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് ഈ പ്രവർത്തകർ ചാടി. അത് വലിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിലുള്ളൊരു അടിപിടിയും കലാശിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകരൊന്നും തന്നെ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകർ അല്പം മുമ്പ് ഇവിടേക്ക് എത്തുകയായിരുന്നു. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. അത് പോലീസ് തടഞ്ഞെങ്കിൽ കൂടി ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ നിലയുറപ്പിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് പ്രവർത്തകർ ചാടിക്കടന്നു. അങ്ങനെ ആ പ്രവർത്തകരെ ഈ എത്തിക്കുകയായിരുന്നു. അതിനുശേഷവും പോലീസുമായി വലിയ തോതിലുള്ള ഒരു സംഘർഷം മുണ്ടും തള്ളും ഒക്കെ നടന്നു വരികയായിരുന്നു. ഇപ്പോഴും ഈ സംഘർഷ സാധ്യതയ്ക്ക് ഇവിടെ കുറവൊന്നുമില്ല. ശരി ശരി. സ്റ്റെഫിനാണ് നൽകിയത്. പോലീസും MSF പ്രവർത്തനങ്ങളുള്ള വലിയ വാക്തർക്കമാണ് ഇപ്പോൾ കാണുന്നത്.